ഇനി അടുത്ത വരാനിരിക്കുന്ന ചിത്രം മഹേഷ് നാരായണൻ. അതെ, നാളെ ഞങ്ങൾ ശ്രീലങ്ക സ്റ്റാർട്ട് ചെയ്യാം. അത് വലിയൊരു സിനിമയാണ്. ലാലേട്ടൻ, മമ്മൂക്ക, എല്ലാവരും ഉണ്ട്. മമ്മൂക്ക, ഫഹദ്, ചാക്കോച്ചൻ, ലാലേട്ടനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഉണ്ട്. നമുക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി ഷൂട്ട്. എങ്ങനെയാണ് അവരുടെ ഒരു ലുക്ക് അപ്പിയറൻസ് എങ്ങനെയായിരിക്കും ചിത്രത്തിൽ? മഹേഷിന്റെ വർക്ക് അറിയാലോ, നമ്മളിപ്പോ ഓൾറെഡി ടേക്ക് ഓഫും മഹേഷിന്റെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ട് മഹേഷിന്റെ ഒരു രീതി നമുക്കറിയാം. പിന്നെ അവർ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് അറിയാലോ. എന്തായാലും ഒരു സാധാരണ സിനിമ ആയിരിക്കില്ല നമുക്ക്. ഇപ്പോൾ ഈ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞ പോലെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹത്തിന് ലുക്സ് എപ്പോഴും ഓരോ സിനിമയിലും നൻപകലിൽ കണ്ടതുപോലെ ഇല്ല റോഷാക്കിൽ കാണുക, അതുപോലെയല്ല ഭ്രമയുഗത്തിലേക്ക് വന്നാൽ, അതല്ല നമ്മൾ കാതലിലും അല്ലെങ്കിൽ ടർബോയിൽ കാണുന്നത്. ഓരോ സിനിമയിലും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നടനാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു നല്ല ഒരു കിടിലൻ ലുക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഗംഭീര ലുക്ക് തീർച്ചയായിട്ടും. അതെ, അതിനേക്കാൾ ഉപരി എല്ലാവരും ചർച്ച ചെയ്യുന്ന വേറൊരു നടനുണ്ട്, മോഹൻലാൽ. മീശയൊക്കെ പിരിച്ചിട്ട് അദ്ദേഹം വന്ന കാണാൻ തന്നെ ഒരു പവറാണ്. വടിക്കുന്ന ഒരു പ്രത്യേക ലുക്കാണ്. എല്ലാവരും എന്തായാലും ചേഞ്ച് ഉണ്ടാവും. ലാലേട്ടൻ്റെ ഒരു ഗെറ്റപ്പ് ഇങ്ങനെയായിരിക്കും. നമുക്ക് ഓൾറെഡി നമ്മളെ ഇപ്പോൾ ഒരു വലിയ ഷെഡ്യൂളല്ല, ഇപ്പോൾ ഒരു 3 ദിവസം മാത്രമേ ഷെഡ്യൂളുള്ളൂ. നമ്മൾ വേറൊരു സീക്വൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ശരിക്കും ഒരു ഷെഡ്യൂൾ ജനുവരി ഒക്കെ ആയിട്ട് നമുക്ക് തുടങ്ങുള്ളൂ. അപ്പം ഇനി ഒരുപാട് മീറ്റിംഗ് ഉണ്ട്, ഒരുപാട് നമുക്ക് ഈ ക്യാരക്ടറിനെ കുറിച്ചുള്ള ചർച്ചകളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഒന്നും ഫൈനലായിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ ലാലേട്ടൻ്റെ ഒരു കിടന്ന ലുക്ക് പ്രതീക്ഷിക്കാം. രണ്ടുപേരും മാസ് സീൻസ് ഒക്കെ പ്രതീക്ഷിക്കാമല്ലേ. പിന്നെ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു, ഒരു കോമ്പറ്റീഷൻ സീൻസ് ഒക്കെ തുടക്കത്തിൽ തന്നെ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്? എല്ലാം കുറച്ച് സസ്പെൻസ് ആണ്. ഞാൻ ഈ സിനിമ നാളെ തുടങ്ങണം എന്ന് പോലും പറയാൻ പാടില്ല.